ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഈവനിങ് ടൈമൊക്കെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വൈകുന്നേരത്തെ റുട്ടീൻസിലൊക്കെ ചെറിയ ചേഞ്ചസൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരം ടൈമിൽ ഞാനിങ്ങനെ വെറുതെ സിറ്റ് ഔട്ടിലിരിക്കും, അത്രയൊക്കെ തന്നെ ചെയ്യലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഭയങ്കര ബോറടി, അങ്ങനെയൊക്കെ ഒരു ഫീൽ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഹാബിറ്റ്സിലൊക്കെ കുറേ ചേഞ്ചസ് വരുത്താൻ നോക്കിയത്. അങ്ങനെ റീസെൻ്റായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ഹാബിറ്റാണ് റീഡിങ്. കുറേ കാലമായിട്ട് ബുക്കുകളൊക്കെ വായിക്കണം, കുറേ നോവൽസ് വായിക്കണം, കുറേ ബുക്ക് കളക്ഷൻസ് ഉണ്ടാക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം വളരെ റീസെൻ്റായിട്ടാണ് ഞാനിപ്പോൾ ഒരു ഹാബിറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല ഒരു കാം ഫീലാണ് റീഡിംഗ് ഒക്കെ ചെയ്യുമ്പം. ഫസ്റ്റ് ബുക്ക് തന്നെയാണ് ഞാൻ വായിക്കുന്നത്. ഇനിയും കുറേ ബുക്കുകളൊക്കെ വായിക്കണം എന്നുണ്ട്, അതേപോലെ വാങ്ങിക്കണം എന്നുണ്ട്, വാങ്ങിക്കണം വിചാരിക്കും. എന്നാണെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് ഇരുന്നിട്ടാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. എന്നും ഇങ്ങനെയൊന്നും അല്ല, ഞാൻ അകത്തിരുന്നിട്ട് തന്നെയാണ് അധികം വായിക്കലൊക്കെ. പിന്നെ ഇന്നത്തെ നല്ല കാം വെതറായിരുന്നു, അപ്പം ഞാനും എൻ്റെ ഫൺ ക്യാരക്ടറിനെയും കൂടി കൂട്ടിയിട്ട് പോയിരുന്ന് വായിച്ചു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ യൂട്യൂബിലൊരു ബിഗിന്നറാണ്. അപ്പം എൻ്റെ വീഡിയോസിനൊക്കെ ചെറിയ രീതിയിൽ ഗ്രോത്തൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് സിൻസിയറായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ന്യൂ വീഡിയോ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കമൻറ്റ്സൊക്കെ വളരെ കുറവാണ്. പിന്നെ അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസൊക്കെ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. അപ്പം വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അങ്ങനെ റീഡിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നാച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ താഴെ പോണത്. താഴെ പോയിട്ട് കുറച്ച് നേരം സിറ്റ് ഔട്ടിലേക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈമായപ്പം നമ്മൾ ചായ കുടിച്ചു. ചായ ഡെയിലി കുടിക്കലുണ്ട് വൈകുന്നേരം, കാരണം ആ ഒരു ടൈമിൽ ചായ കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു മിസ്സായ പോലെയാണ്. അപ്പം ചായ കുടിച്ചിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. പ്രെയറൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ടൈമിലാണ് ഞാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഹോബീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കൽ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ രാത്രിയും ഞാൻ ഇങ്ങനെ തന്നെയാണ് സ്പെൻഡ് ചെയ്യൽ. കാരണം സ്ക്രോളിങ് മാത്രമായി കഴിയുമ്പോൾ ഭയങ്കര ബോറടിയാണ്. പിന്നെ ഫോൺ കണ്ടുവരെയും മടുത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും അതർ ഹോബീസ് പോലെയൊക്കെ പെയിൻറ്റിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ നൈറ്റ്സൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്, കാരണം ഞാനവിടെ വന്നിരുന്നിട്ട് കുറച്ച് നേരം ഒന്ന് സ്റ്റക്കാവും, എന്ത് ചെയ്യണം എന്ന് തന്നെ ആലോചിച്ചിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുമ്പോഴാണ് എനിക്കിരിക്കൽ. ഇതൊക്കെ ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയ ബുക്ക് മാർക്സ് ആണ്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും കണ്ടിട്ട് എനിക്കങ്ങോട്ട് ഇഷ്ടമാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുതിയ ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ കാണിച്ചാലോ? അങ്ങനെ ഫൈനലി ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. പക്ഷേ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ടാണ് അവസാനം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. പക്ഷേ ഗ്ലൂ ഗൺ എടുത്ത് വന്നപ്പോഴും അതിലേറെ കൺഫ്യൂസ്ഡായി. കാരണം ഇനി എന്ത് പാറ്റേൺ കൊടുക്കും. ഞാൻ ആദ്യം ഒരു ടൈനി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒരു ത്രെഡിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. പക്ഷേ ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് എത്രയായിട്ടും അത് റെഡി ആവില്ല. അങ്ങനെ പിന്നെ ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ എത്രയായിട്ടും റെഡിയായില്ല. കുറേ ഷേപ്പൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ ഇതിനെ സ്റ്റിക്കായിട്ടിരിക്കുകയാണല്ലോ, അപ്പം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അതങ്ങോട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തത് ഒരു റൗണ്ട് പോലെ ചെയ്ത് നോക്കി. അപ്പം അത് സെറ്റായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഡോണട്ട്സ് പോലെ കുറേ ഡോണട്ട്സ് ഉണ്ടാക്കിയിട്ട്
അത് ഹാങ് ചെയ്ത് കൊടുക്കാം. അതും കുറച്ച് ക്യൂട്ടാണല്ലോ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കുറേ ഡൊണട്ട്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിരുന്നപ്പം എൻ്റെ കൂടെ കമ്പനിക്ക് വേറെ ഒരാളും കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഉപദ്രവമായോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇതേപോലെ റൗണ്ടിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് വരച്ചെടുത്തിട്ട് അതിലിങ്ങനെ ഡോണറ്റ്സ് പോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം കളർ മിക്സിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര ടൈം എടുത്തിട്ടൊക്കെ ഇത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിഫ്രഷ് ഫീൽ കിട്ടും. കാരണം ഞാൻ സാധാരണയൊക്കെ എപ്പോഴും ഫോണൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോസ് കണ്ടിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ആ ഒരു ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലും ഹോബീസൊക്കെ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുക. അപ്പം ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞല്ലോ, റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഹോബീസാണ് ഇതൊക്കെ. എനിക്കെന്തായാലും നല്ലപോലെ വർക്കായി, നല്ല ഫീലായിരുന്നു. അപ്പം ഇനിയും നിങ്ങളും ബോറടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചില ഹോബീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് ഫോൺ തീരെ യൂസ് ചെയ്യരുത് അങ്ങനെയൊന്നുമല്ല കേട്ടോ പറഞ്ഞത്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം, അതും അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അത് അവിടെ വെക്കണം, അതിന് പിടിക്കാൻ പാടിയ. അവിടെ കടിച്ചോട്ടോ. ഇന്നട ഇത് കേട്ടോ. എടുക്കാം, ഞാൻ പോയിച്ചിട്ടാ അങ്ങനെ ഇറക്കി ഇട്ടേ. ഇത് പറഞ്ഞത് പിടിക്കാൻ പാടില്ല പറഞ്ഞാ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിങ്ങനെ മടങ്ങിയൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ട് ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇതുണ്ടാക്കി വന്നപ്പോഴത്തേനും ടൈം ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ബുക്ക് മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.